സൂപ്പർ ആട്ടോ. എല്ലാരും ബാ ചോറിന. ഹായ്, നമസ്കാരം. സുന്നൂസ് വീട്ടിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമുക്കൊരു മാങ്ങാപ്പഴം കറിയാം. ഇന്നലെ പെങ്ങളുടെ വീട്ടിൽ പോയപ്പോൾ കുറച്ച് മാങ്ങ പറിച്ചു. അപ്പോൾ നല്ല പഴമുണ്ട്, അത് വെച്ച് നമുക്ക് മാങ്ങാപ്പഴം കറി ഉണ്ടാക്കാം ഇന്ന്. മാങ്ങ പറിക്കാൻ ഹെൽപ്പർ നിൽക്കുന്നുണ്ട് താഴെ. പെരയുടെ മണ്ടയ്ക്കാ മാവ്, പക്ഷേ മാവല്ല മാങ്ങ നിൽക്കുന്നത്. നല്ല നീറൊക്കെ ഉണ്ട്, കടി കിട്ടാതെ വേണം പറിക്കാൻ. പഴമെന്ന് പറയുന്നത് ചനച്ചതാ. ഉണ്ടോ? ഇതാ പെങ്ങള് നീറുകടി കൊണ്ട് മാങ്ങ പറിക്കുന്നു. അപ്പം നല്ല പഴമാങ്ങയുണ്ട്, നമുക്ക് നല്ല മാങ്ങപ്പഴം കറിയും വെക്കാം, നല്ല ഉലുവ മാങ്ങയും വെക്കാം. തിരുവാതിര കളി. പെങ്ങടെ 2 കുരുപ്പുകളാ മാങ്ങാപ്പഴം തിന്നുക. നല്ല മാങ്ങാപ്പഴം ഉണ്ട്, നമുക്കിതിന് കഴുകിയെടുക്കാം. ഇത് നമുക്ക് കഴുകി തൊലി കളഞ്ഞു വേണം എടുക്കാനായിട്ട്. നമ്മൾ മൺചട്ടിയിലാണ് വെക്കുന്നത്, അത് അടി പിടിക്കാതിരിക്കും. ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിക്കാവേ. നമുക്ക് മാങ്ങാപ്പഴത്തിൻ്റെ തൊലി കളഞ്ഞെടുക്കാം. നല്ല പഴുത്ത മാങ്ങയല്ലേ? പഴുത്താണെങ്കിൽ ശകലം പുളിയുണ്ട്, നമുക്ക് ശർക്കരപ്പാനി ചേർത്തത് ലെവലാക്കാം. നല്ല മാങ്ങാപ്പഴം അല്ലേ? നല്ല നാട് മാങ്ങാപ്പഴമാണ്. മാങ്ങാപ്പഴത്തിൻ്റെ സീസൺ ആയാലും ഇവിടെ ഇന്നും മാങ്ങാപ്പഴം കറിയാം. ഇത്രയും മാങ്ങയല്ല കേട്ടോ ഉള്ളത്, നമ്മളിതിൽ കുറച്ച് ഉലുവ മാങ്ങയ്ക്ക് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ട്. ഇട്ട് വെച്ചു, അതിൻ്റെ വീഡിയോ വരും. നമുക്ക് അതിനകത്തിട്ട് പൊടികൾ ചേർക്കാം. ശകലം മഞ്ഞൾ പൊടി, ഒരു സ്വല്പം മുളക് പൊടിയേ മതി. മാങ്ങാപ്പഴം കറിയുന്ന മാത്രമല്ല, വേറെ എന്നാ പറയുന്നത്? മാമ്പഴപ്പുളിശ്ശേരി. ഇത് ശർക്കരപ്പാനിയാണ്, നമ്മൾ നേരത്തെ ശർക്കരപ്പാനിയാക്കി അരിച്ചു വെച്ചതാണ്. നമുക്ക് അതിനകത്തിട്ട് ശർക്കരപ്പാനി ഒഴിക്കാം. പുളി ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇച്ചിരി ഇതാകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്കതിനാവശ്യത്തിന് ഉപ്പ്, വെള്ളം ഒഴിക്കണോ? അടി പിടിക്കുമോ? വെള്ളം കൂടി ഒഴിക്കുവാണേ. നമുക്ക് ഒന്ന് ഇളക്കി യോജിപ്പിക്കാവേ. അത് നമുക്ക് മൂടി വെക്കാം. നമുക്ക് നല്ല ഫ്രഷ് കരിവേപ്പില എടുക്കാവേ. നമുക്കതിന് തേങ്ങ വേണം, തേങ്ങ പൊട്ടിക്കാം. തേങ്ങ ചിരവി ജീരകവും അരച്ചെടുക്കണം. അതിനകത്ത് ഇച്ചിരി തൈര് ഒഴിച്ചാണ് അരച്ചെടുക്കുന്നത്. തേങ്ങ നമുക്ക് മിക്സിയുടെ ജാറിലോട്ടിടാം. ജീരകവും ചരക്കത്തില്ല, രണ്ടായിട്ട് അരയ്ക്കാം. തൈര്, ഇത് മേടിക്കുന്ന തൈരല്ല കേട്ടോ, അമ്മ പാല് ഉറ ഒഴിച്ചെടുക്കുന്നതാണ്. കട്ട തൈര്. അങ്ങനെ നമ്മുടെ മാമ്പഴം നല്ലപോലെ തിളച്ച് മറിയാൻ തുടങ്ങിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ തേങ്ങയും തൈരും ജീരകവും കൂടെ അരച്ചതായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കിയെടുക്കാം. ആയമേ
ഒഴിച്ചുകൂടെ കൊടുക്കണം. നമുക്ക് ചേർക്കാവേ. ഇനി നമുക്ക് തേങ്ങ അരച്ചത് ചേർക്കാവേ. കാണാൻ തേങ്ങ, തൈര്, ജീരകം അരച്ചത് നമ്മൾ ചേർത്തു. ആയോമേ? പതഞ്ഞ് വരുന്നുണ്ട്. ഇനി നമുക്ക് വാങ്ങി വെച്ചിട്ട് കടുക് വറക്കണ്ടാമേ. നമ്മളപ്പോൾ നെയ്യ് ഒഴിച്ചാണ് കടുക് വറക്കുന്നത്. നെയ്യ് ഒഴിക്കാം. ആ നെയ്യ് മേടിച്ചതല്ല, അമ്മ നെയ്യ് എടുക്കുന്നതാണ്. എന്തുവാ പറ? ഉലുവ ചേർത്തു. അപ്പോൾ ഉലുവ പൊട്ടാൻ തുടങ്ങി. അതിനകത്തോട്ട് ഇനി കടുക് ഇടാം. പിന്നെ വറ്റൽമുളക്, നമ്മുടെ നാടൻ കറിവേപ്പില ഇട്ട് കൊടുക്കണം. നല്ലപോലെ കുത്തുന്നുണ്ട്. നമുക്ക് അതിലോട്ട് ചേർത്ത് കൊടുക്കാം. അടച്ചു വെക്കണം. അങ്ങനെ നമ്മുടെ മാമ്പഴക്കറി അല്ലെങ്കിൽ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഒന്ന് ഇളക്കി കൊടുക്കമേ. നെയ്യുടെ എല്ലാം കൂടെ എന്നാ മണം നല്ല സോഫ്റ്റ് മണം. നോക്കട്ടെ. സൂപ്പറാട്ടോ. എല്ലാവരും ചോറിന മാമ്പഴ പുളിശ്ശേരി കൂട്ടി. അങ്ങനെ മാമ്പഴ പുളിശ്ശേരി. ഇനിയിപ്പം മാമ്പഴക്കാലമാണ്. എല്ലാവരും മാമ്പഴ പുളിശ്ശേരി വെച്ച് നോക്കണേ. ഇതുപോലെ വെച്ച് നോക്കണേ. നല്ലതാണെങ്കിൽ ഞങ്ങളെ അറിയിക്കണേ. അപ്പം ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം.